ഹായ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരുങ്ങിയിരിക്കുന്ന വേഷം കണ്ടിട്ടൊന്നും തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ അത് വേറൊരു പ്രോഗ്രാമിന് പോയതായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന വീഡിയോ വേറൊന്നുമല്ല. നമ്മൾ എറണാകുളം വരെ പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷം ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ പോവുകയാണ്. അത് എന്ത് പറയുന്നത്, അത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വാചകമല്ല പാചകം എന്നൊരു പ്രോഗ്രാമിന് വേണ്ടി ഞാൻ പോവുകയാണ്. മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത്. വാചകം പറഞ്ഞുകൊണ്ട് പാചകം ചെയ്യുക, എൻ്റർടൈൻമെൻറ്റ് ചെയ്തുകൊണ്ട് പാചകം ചെയ്യുക, അതിന് മത്സരമാണ്. അതിൽ വിന്നേഴ്സിനൊരു ചെറിയ ട്രോഫിയൊക്കെ ഉണ്ട്. അതൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണേലും ഞാൻ പോയി മത്സരിച്ചിട്ട് വരാം. അവിടെ 1-2 പേരല്ല വരാൻ പോണത്. മൊത്തം 6 ടീമാണ്. 2 പേര് വെച്ച് 6 ടീമാണ് അവിടെ മത്സരിക്കുന്നത്. എന്താകും എങ്ങനെ ആകുമെന്നൊന്നും അറിയാൻ മേല. എന്താണേലും ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്നെക്കൊണ്ട് പറ്റണതാണോ നോക്കാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും ചേർത്ത് നമ്മൾ അടിച്ച് സെറ്റാക്കി വിടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അവർ നമ്മുടെ അടുത്തായാൽ മതി. അവളെ സർപ്രൈസ് ആയിട്ട് വരുന്നു. സർപ്രൈസ് ആയിട്ട് വരുന്നു എന്ന് പറയുന്നു. ഈ ഫാമിലി സംസാരിക്കാൻ അറിയാമല്ലോ. ഞാൻ പറയാം ഇങ്ങനെ നിന്നോണ്ടൊക്കെ സംസാരിക്കുന്നു പറഞ്ഞത് കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കോട്ടയം മീൻകറിയാണ് വെക്കാൻ കിട്ടിയത്. എന്നാലും ഭയങ്കരമായിട്ട് സെറ്റാക്കി വെച്ച്. നമുക്ക് തീ ഒരിച്ചിരി കുറവുണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല, സെറ്റായിട്ടുണ്ട്. ഒത്തിരി കാണാൻ പറ്റി, കിച്ചുവിനൊക്കെ കാണാൻ പറ്റി. വലിയ വലിയ ആർട്ടിസ്റ്റിനെ കൂടെ ഒരു മീൻകറി ഉണ്ടാക്കാൻ പറ്റി. ഭയങ്കര സന്തോഷം. ജോ അതേപോലെ തന്നെ പ്രോഗ്രാം സൈഡിലാണ് നമ്മുടെ അപ്പോസും, അതേപോലെ ലൈവ് പ്രൊഡ്യൂസർ ശാന്തനു. അപ്പോസിന് വേണ്ട എല്ലാ ബാക്കപ്പും കൊടുത്ത് നമ്മുടെ ഇത്ര നല്ലൊരു ഇവന്റുകളും പ്രോഗ്രാം ഏതും ആയിക്കോട്ടെ എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് ഞങ്ങളുടെ കൂടെയുള്ള എന്താണ് ശാന്തനു. ഏറ്റവും യങ്ങസ്റ്റ് മെമ്പർ ആണ് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ശാന്തനു. അതെ, ഷാമിന്റെ സ്വന്തം കേട്ട. എന്തായാലും ഷാൽവിന്റെ ഭാഗ്യമാണ് ഇത്രയും നല്ലൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള നല്ലൊരു ടീമുമായിട്ട് ഷാൽവിന് ഇതേപോലെ വേറിട്ട കുറെ പ്രോഗ്രാംസും കാര്യങ്ങളും ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മൈൽസ്റ്റോണിന്റെ അടുത്ത ഇവന്റ് എന്ന് പറയുന്നത് അടുത്ത മാസത്തെ ഇവന്റ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ സൂപ്പർ സുന്ദരിയാണ്. അഭിലാഷ് എന്തായാലും അഭിലാഷിന്റെ വൈഫിനെ അതിലേക്ക് വിടാം എന്ന് പബ്ലിക്കലി അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വേറെ സുന്ദരികളെ അഭിലാഷ് നമ്മൾക്ക് റെഡിയാക്കി തരും. എന്താണ് നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ ആളെ കുറിച്ച് പറയാൻ പോണേ. നമ്മുടെ ടെക്നിക്കൽ സൈഡിലുള്ള എല്ലാവരും പറഞ്ഞു പോയതാണ്. ഞാൻ കെന്നെ
ഞാൻ പറഞ്ഞില്ലല്ലോ. കെന്നെ കരയുന്നുണ്ടോ? ഇല്ലല്ലോ, ഞാൻ അവളെ പറഞ്ഞില്ലല്ലോ. കെന്നെ ചേച്ചിനെ പോലാണ്. നമ്മുടെ കൂടെ അതൊന്നല്ല, ഞാൻ നമ്മുടെ ടെക്നിക്കൽ സൈഡിൽ പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ അത് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാർ രമ്യ പറഞ്ഞില്ലെങ്കിൽ ഇത്രയും പേരുടെ മനസ്സിൽ നീയില്ലേ? നിന്നെ മറക്കും ഇവരാരെങ്കിലും? ഞാൻ മറന്നില്ലല്ലോ. തെറ്റാണ്, അത് പറയണമായിരുന്നു. ഞാൻ അങ്ങനെയാണ്. ഇവിടെ കെന്നയുണ്ട്. നിങ്ങളൊന്ന് എടുക്കുവാണേ, നമ്മളെ മക്കളാണ് കേട്ടോ ഇവര്. ഞാൻ നിങ്ങളുടെ ഡെയിലി വീഡിയോ കാണുന്ന. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായ പ്രശ്നമൊക്കെ കണ്ടത്. നല്ലൊരു കൈയടി എല്ലാവരും. എങ്കിലും നാണമുണ്ടോ? നാണം. ഇതാണ് ഞാൻ വെച്ച മീൻകറി സെറ്റ് ചെയ്തത്. ഈ കറിക്കാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും സാറിന് സപ്പോർട്ട് ഉണ്ട് ഇവിടെ. അടുത്തോടാണെന്ന് അമ്മ ചവിട്ടി കൈ കൊടുത്ത് ചേട്ടാ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മൈൽസ്റ്റോൺ നേച്ചേഴ്സ് പ്രസൻസ് KK Nirmal delivering happiness വാചകമല്ല വാചകം supported by Taste Best Caterers and നമ്മുടെ venue partner Marine Inn. നമുക്ക് സമ്മാനിച്ച ഈ ഒരു ഹോട്ടൽ മറൈൻ ഇന്നിന്റെ എല്ലാ അതിന്റെ ആൾക്കാരുടെ അടുത്തും അതേപോലെ തന്നെ ടേസ്റ്റ് ബെസ്റ്റ് കേറ്ററേഴ്സിനും കീർത്തി നിർമ്മലിനും മൈൽസ്റ്റോണിന്റെ വക ഞങ്ങളുടെ എല്ലാവരുടെ വക വലിയൊരു താങ്ക് യു പറയാൻ ഇത്ര നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം ഞങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നതിന് ഒരുപാട് താങ്ക് യു. ആൻഡ് ഷാർവിൻ വീണ്ടും പുതിയ നമ്മുടെ അടുത്ത സൂപ്പർ സുന്ദരി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേഗം മുന്നോട്ട് വരാം. ഈ ഒരു സപ്പോർട്ട് മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് തുടർന്നും ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ലവ് യു ഓൾ, സീ യു ഓൾ. നല്ല രീതിയിൽ നിങ്ങൾ കണ്ടസ്റ്റൻസ് എല്ലാവരും വന്നിട്ട് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാവിധ നല്ല രീതിയിൽ നിങ്ങൾ ഇതൊക്കെ എൻജോയ് ചെയ്തു. നല്ല വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി. ആൻഡ് സ്വീറ്റി, താങ്ക് യു സോ മച്ച് എല്ലാവിധ സപ്പോർട്ടിനും. അപ്പോൾ നമ്മുടെ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത്, ഞാനാണ് വിന്നറായത്. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വെറുതെ എല്ലാവരും കൂടെ പോയി പങ്കെടുക്കാന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും താഴത്തോട്ട് നിലയോട്ട് വന്നപ്പോൾ എൻ്റെ പൊന്നോ, എനിക്കറിയാമല്ലോ ഞാൻ ഏതോ ഒരു വമ്പൻ ലോകത്താണ് ഇപ്പം നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയത്. അപ്പം തന്നെ ഞാൻ വീഡിയോ എടുത്തു. കണ്ടു, ഈ ലൈറ്റൊക്കെ കാണണം, ഒരു രക്ഷയില്ലായിരുന്നു. അവസാനം ഈ നിലാവത്തഴിച്ചിട്ട് കോഴി നടക്കുമ്പോൾ ഞാൻ തേരാപ്പാലയുടെ നടക്കുകയാണ്, സന്തോഷം സഹിക്കാൻ വയ്യാതെ. കൊള്ളാമായിരുന്നു. അപ്പോൾ നമ്മുടെ മൈൽ സ്റ്റോണിൽ നടന്ന കുക്കറി ഷോന്റെ വിജയിയാണ് നമ്മുടെ മുത്തിനാണ് സമ്മാനം കിട്ടിയത്. പക്ഷെ ഒരുപാട് സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എനിക്ക് യൂട്യൂബിനായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ചെയ്യുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ആഗ്രഹം, ഒരു ഇംപ്രഷൻ ഒക്കെ വന്നു. കാരണം അറിയോ, ചേച്ചിയുടെ ലൈഫിൽ എന്താണ്, ഒരു എഡിറ്റിംഗ് ഇല്ല, ഒന്നുമില്ല, എടുക്കുന്ന അങ്ങ് ഇടുക. അത് അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പം ഞാനും അതേപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങി. മാഷാ അല്ലാഹ്, അത് അടിപൊളിയായിട്ടുണ്ട്. ചേച്ചി കണ്ടാണ് ഞാൻ തുടങ്ങിയത് കേട്ടോ. ഒത്തിരി സന്തോഷം. ഞാൻ കാരണം
ഒരാളെ യൂട്യൂബ് ചാനൽ തുടങ്ങി. അതെ, കാരണം കാരണം നമ്മളെ കുറിച്ചൊക്കെ അറിയാൻ ആൾക്കാർക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് നമ്മുടെ അക്കൗണ്ടൊക്കെ ഇത്രയും റീച്ച് ആയിട്ട് വീഡിയോസ് ഒക്കെ വരുന്നത്. അപ്പൊ എല്ലാവരും ചേച്ചി യൂട്യൂബ് ചാനൽ കാണാൻ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ ചേച്ചി പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പുതിയ പുതിയ പ്രോഗ്രാമായിട്ട് വീണ്ടും നമ്മുടെ ചേച്ചിയുടെ ചാനൽ കാണാം. ഓക്കെ, ടാറ്റാ. ബാക്കി നമ്മൾ अजीब दस का है അത് അവരുടെ കഴിഞ്ഞ അവാർഡ് മേടിച്ചിട്ട് ഫുഡ് ഉണ്ടായിരുന്നു. കുത്തിത്തിന്നതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും മേടിച്ചില്ല. ഞാൻ സാധാരണ പൊറോട്ട മീൻ കറി മേടിച്ചു. അതാകുമ്പോൾ റിസ്ക് ഇല്ല. നമ്മളിത് ട്രൈ ചെയ്യാൻ तुझसे जुदा अगर हो जाएंगी तो खुद से ही हो जाएंगी, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो चैन भी, मेरा दर्द भी, मेरी आशिकी, अब तुम ही हो। तेरा मेरा रिश्ता है कैसा, एक पल दूर गवार नहीं, तेरे लिए हर रोज है जीते, तुझको दिया मेरा वक्त सभी, कोई लम्हा मेरा ना हो तेरे बिना, हर सांस पे नाम तेरा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो चैन भी, मेरा दर्द भी, मेरे आशिकी, अब तुम ही हो. ആഷിഖിന്റെ പേര് ആഷിഖ്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതെ, അടിപൊളിയായിട്ട് പാട്ട് പഠിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ പാട്ട് എടുക്കുകയായിരുന്നു. ആഷിഖിന്റെ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. താങ്ക് യു.